എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപൻ കൂട്ടപ്പന. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ എത്താനുള്ള സാഹചര്യം, ഇന്നലെ 12-ാം തീയതി ബുധനാഴ്ച പത്രത്തിലെ ഒരു വാർത്തയിൽ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇടക്കാലത്ത് നമ്മളെല്ലാം അറിഞ്ഞ, നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു പരിധിവരെ നമുക്ക് ഒരു സഹതാപത്തിൻ്റെ വക്കോളമെത്തിയ ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ ചാലക്കുടിയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഷീല സണ്ണി എന്ന പേരുള്ള സ്ത്രീ ഒരു മയക്കുമരുന്ന് കേസിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട് 72 ദിവസം ജയിലിൽ കിടന്നൊരു സംഭവം ഉണ്ടായി. പിന്നീട് പുറത്തു വന്നു, ജാമ്യം കിട്ടി പുറത്തു വന്നു. പിന്നീട് അത് അന്വേഷണത്തിൽ അത് മയക്കുമരുന്ന് ഉള്ള മുട്ടായിയോ ഗുളികയോ ഒന്നുമല്ല എന്ന് തെളിയുകയും അവരെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അറിഞ്ഞത്, അവരെ കുരുക്കുവാൻ വേണ്ടി വ്യക്തിവിരോധമോ ബന്ധുവിരോധമോ അയൽ വിരോധമോ എന്തൊക്കെ തീർക്കാൻ വേണ്ടി തൃപ്പൂണിത്തുറയിലെ ഏരൂർ സ്വദേശി എം.എൻ. നാരായണദാസ് എന്നയാൾ ചെയ്തതാണെന്ന് അങ്ങനെയാണ് ഈ പത്രവാർത്തയിൽ കാണുന്നത്. അദ്ദേഹമാണത് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വരികയും ആ പാവപ്പെട്ട സ്ത്രീയെ 72 ദിവസം ജയിലിലടയ്ക്കുന്ന ഒരു സംഭവത്തിന് കാരണക്കാരനായ ഈ വ്യക്തിയുടെ പേരിലൊരു കേസ് വന്നപ്പോൾ മുൻകൂർ ജാമ്യമെടുക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ. അങ്ങനെ സുപ്രീം കോടതിയിൽ ചെന്നു എന്ന വാർത്തയാണ് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ചെന്നപ്പോൾ സുപ്രീം കോടതി ജഡ്ജി വാക്കാൽ നിരീക്ഷിച്ചത്, അതായത് സുപ്രീം കോടതി ജഡ്ജി വിക്രംനാഥ് വാക്കാൽ, അദ്ദേഹം വാക്കാൽ പരാമർശിച്ച, ജസ്റ്റിസ് വിക്രംനാഥ്, വാക്കാൽ എന്നുള്ളത് വാക്കാൽ പരാമർശിച്ചതെന്ന് എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, കോടതിയിൽ നിന്ന് ഒരു സഹതാപവും പ്രതീക്ഷിക്കേണ്ട, ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കഴിഞ്ഞു, 72 മണിക്കൂർ പോലും നിങ്ങൾ ജയിലിൽ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ജഡ്ജി വാക്കാൽ ചോദിച്ചത് എന്നാണ് ആ വാർത്തയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ ജഡ്ജിയെ അങ്ങേയറ്റം നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ വ്യക്തിവിരോധം തീർക്കാനും അയൽ വിരോധം തീർക്കാനും ബന്ധുവിരോധം തീർക്കാനുമൊക്കെ ഇങ്ങനെ ചില ബിരുദന്മാരും ബിരുദത്തികളുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ കൊണ്ടൊരു കേസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ പാവപ്പെട്ട സ്ത്രീയുടെ 2 വീലറിനകത്തോ അവർ ഉപയോഗിച്ചിരുന്ന ബാഗിനകത്തോ എന്തോ കൊണ്ട് ഒരു മുട്ടായി, ലഹരി നിറച്ച മുട്ടായി എന്ന് പറഞ്ഞ് എന്തോ ഇട്ട് അത് കണ്ടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ പാവപ്പെട്ട സ്ത്രീ ജയിലിൽ കിടന്നത് 72 ദിവസം. ആ 72 ദിവസം കഴിഞ്ഞ് അവർ മോചിതയായി. ജീവിതം അവരൊന്ന് കരുപ്പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. അവർ തന്നെ പറഞ്ഞിരുന്നു, പിന്നെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ജയിലിൽ കഴിഞ്ഞവളാണ് എന്ന പരിഗണനയിലാണ് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് അവഗണനകളൊക്കെ നേരിടേണ്ടി വരുന്നു. ജീവിതം ഒന്നേന്ന് കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടയ്ക്ക് ഇവർ മദ്രാസിലൊക്കെ ജീവിതമാർഗം തേടി അവിടെ ഇപ്പോൾ എന്തോ തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണെന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ നാരായണദാസ് എന്ന് പറയുന്ന അതിന് കാരണക്കാരനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാത്ത സുപ്രീം കോടതിയെയും കൂടെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത്തരക്കാരന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത്. കാരണം ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ആരെപ്പറ്റിയും ഒരു ആരോപണം ഉന്നയിക്കാം, ആർക്കും ആരുടെ പേരിലും ഒരു കേസ് കൊടുക്കാം, ആരെപ്പറ്റിയും എന്തും പറഞ്ഞു നടക്കാം ആരെപ്പറ്റിയും. ആളുകളത് വിശ്വസിച്ചോളും. കാരണം ലൈസൻസ് ഇല്ലാതെ എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, റോഡേ പോകുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി, സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു സഹതാപവും പ്രതീക്ഷിക്കേണ്ട, കോടതിയിൽ നിന്ന് ഒരു സഹതാപവും പ്രതീക്ഷിക്കേണ്ട. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കഴിഞ്ഞു, നിങ്ങൾ 72 മണിക്കൂർ പോലും ജയിലിൽ കഴിഞ്ഞില്ല എന്ന ശക്തമായൊരു താക്കീതാണ് സുപ്രീം കോടതി നൽകിയത്. അപ്പോൾ ഇത്തരം ബിരുദന്മാരെയൊക്കെ
ഇങ്ങനെ വല്ലപ്പോഴും എങ്കിലും ഇത്തരം ബിരുദന്മാരൊക്കെ എല്ലാവരും ഒന്നും ശിക്ഷിക്കപ്പെടാറില്ല. നിയമത്തിൻ്റെ പഴുതുകളിലൂടെയൊക്കെ അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ് പതിവ്. പക്ഷേ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ഇയാൾക്ക് ജാമ്യം നിഷേധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇതിനൊക്കെ കച്ചകെട്ടി ഇറങ്ങുന്ന എല്ലാ ബിരുദന്മാരും ബിരുദത്തികളും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവനെ കുരുക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു പണി ദൈവം കരുതി വച്ചിരിക്കും. ആ ദൈവം വരുന്നത് ഒന്നുകിൽ കോടതിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കോടതിയിലെ ജഡ്ജിയുടെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി ഈ വർത്തമാനകാലത്തിൽ, ഈ ഡിജിറ്റൽ കാലത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളത് ആണ് ഈ വിധി കൊണ്ട് എല്ലാ മനുഷ്യനും നൽകുന്ന ഒരു സന്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.